വിട്ടുകളാ ദിയ, സോറിടാ, എനിക്ക് നിങ്ങളല്ലാതെ പറ്റില്ല. ആ ദേഷ്യത്തിൽ എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലില് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരാണ് ലീക്കാക്കിയത്? അതായത് എന്റെ സ്വന്തം ഇഷ്ടത്തോടെ അല്ല, എന്റെ സ്വന്തം വിശ്വാസ്യതയോടുകൂടി 2 ചാനലുകാർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പാവം പിടിച്ചൊരു പയ്യന്റെ 40,000, 50,000, 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞ് നമസ്കാരം. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ സജ്ന നൂറിന്റെ അപരാധ കഥയുമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പേടിച്ച് തൂറി നട്ടാ കുറുക്കാത്ത കള്ളവുമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തിനിങ്ങനെ നട്ടാ കുറുക്കാത്ത കള്ളം പറയണമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. അതായത് ഇപ്പൊ പേടിച്ച് തൂറിയിരിക്കണം. എനിക്ക് തോന്നുന്നു മറ്റേ ആ 17 വയസ്സുകാർ പെണ്ണുകൊണ്ട് കേസായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പെടുമെന്നുള്ളതാണ്. സംഭവത്തെ കുറിച്ച് വിശദമായിട്ട് പറയാം. സത്യം പറഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു ചാകും. കാരണം ആർക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്ക് വരെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ആ വീഡിയോ. ഇവർ പറയുന്നത് കള്ളമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുമല്ല, ഒരു ആൻമേരിയുടെ കേസ്, അതായത് അന്നമ്മ എന്ന് പറഞ്ഞ് നമ്മൾ ആ വോയിസ് കിട്ടില്ല, അതെന്ന് പറഞ്ഞാൽ ആൻമേരിയാണ്. ഈ ആൻമേരി ഇതൊരു പിക്ചറിൽ വന്നിട്ടില്ല. ആൻമേരിയെ കുറിച്ചും വളരെ ഞെട്ടിക്കുന്ന, വളരെ അശ്ലീലമായിട്ടുള്ള, വളരെ അപരാധ കഥയുള്ള അവിഹിത കഥകൾ 1, 2, 4, 5 പറഞ്ഞിട്ടുണ്ട്. ആൻമേരി ആണെന്നും ഞാൻ കാണിച്ചു തരാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ദിയാസന ഇപ്പൊ പിന്നീട് ഒരു സംഭവം അവരുടെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് സജ്ന നൂർ ദിയാസനയ്ക്ക് അയച്ച മെസ്സേജ് എന്ന് പറയുന്നത്, എപ്പോഴാണ് അയച്ചതെന്ന് അറിയത്തില്ല. മെസ്സേജ് ഇത് തന്നെ: ഡാ, ചട്ടിയും കലവുമാവുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. വിട്ടുകളാ ദിയ, സോറിടാ, എനിക്ക് നിങ്ങളല്ലാതെ പറ്റില്ല. ആ ദേഷ്യത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാടാ. അതായത് സോറി പറഞ്ഞ് വീണ്ടും അവരെ കൂടെ നിർത്താൻ കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ ആണോന്ന് അറിയത്തില്ല. അതോ എന്തോ ആയിക്കോട്ടെ. ആദ്യം നമുക്ക് ഈ പറയുന്ന നമ്മുടെ സജ്ന നൂർ ഇപ്പൊ കൊണ്ടുവന്ന 1 മണിക്കൂർ മുമ്പ് തന്റെ യൂട്യൂബ് ചാനലിട്ട കഥ കേൾക്കാം. നല്ല രസമുണ്ട്. രീതിയിലൊരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസുകാരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലുകാരെ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ്, 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എൻ്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് മീഡിയ എടുത്തിടാം. പക്ഷേ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഓക്കെ, ഇതാണ് വിഷയം. അതായത് മറ്റേ 17 വയസ്സുകാരിയുടെ വോയിസ് പലയിടത്തും കടന്ന് കറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് പ്ലേ ചെയ്തിട്ടുണ്ട്. നിയമവശം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ അതിജീവിത എന്നാണ് വിളിക്കുന്നത്. പേര് പോലും പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്നവരെല്ലാവരും അതെടുത്ത് ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ബാധിക്കും, നിങ്ങളുടെ ചാനലിനെ ബാധിക്കും. ഞാൻ മുമ്പേ തന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ പൊന്ന് സജ്ന നൂറെ, കൃത്യമായിട്ട് ഇതിന്റെ നിയമവശം ഏതാണെന്നും അതൊരു മൈനർ ആയതുകൊണ്ട് അതിന്റെ പേര് പോലും പറയാൻ പാടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നത് കൊണ്ട് തന്നെ ആ പേര് കട്ട് ചെയ്തുള്ള സന്ദർശനമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി ഇത് ആര് ലീക്കാക്കി എന്നുള്ളതാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആരുടെ പേരിൽ കേസ് വരും എന്നുള്ളതാണ്. ഈ പേരുൾപ്പെടെ ആര് ലീക്കാക്കി, എന്തിനിപ്പോ പേടിച്ചു തൂറി വന്നിരുന്ന ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കള്ളം പറയുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. ബാക്കി കേൾക്കാം. ഇത് എൻ്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. മനസ്സിലായേ? ഇപ്പൊ ആരാണ് ലീക്കാക്കിയത്? അതായത് എന്റെ സ്വന്തം ഇഷ്ടത്തോടെ അല്ല, എന്റെ സ്വന്തം വിശ്വാസ്യതയോടുകൂടി 2 ചാനലുകാർക്ക് ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ഒരു കാര്യം പറയട്ടെ സജ്ന, ഇത് റെക്കോർഡ് ചെയ്തത് തന്നെ നിയമപരമായിട്ട് തെറ്റാണ്. രണ്ടാമത് മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ റെക്കോർഡിൽ കൃത്യമായിട്ട് നിങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇത് ഫിറോസ് ഖാനെ വിളിച്ച് പറയുമെങ്കിൽ ഞാൻ ഇത് ലീക്കാക്കും എന്ന് താങ്കൾ പറയുന്നുണ്ട്.
മനസ്സിലായോ? ഞാനിത് ലീക്കാക്കും എന്ന് പറയുന്നത് താങ്കളുടെ ആ ടോണിൽ തന്നെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കുട്ടിയുടെ പേര് ഉൾപ്പെടെ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ തന്നെയാണ് അയച്ചു കൊടുത്തത്. അത് നിങ്ങൾ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഇത് ലീക്കാക്കിയത് നിങ്ങളാണ്. ഇത് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്? ഇത് ലീക്കാക്കിയത് നിങ്ങളാണ്. നിങ്ങൾ റെക്കോർഡ് ചെയ്ത സാധനം മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു വോയിസ് റെക്കോർഡ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. നിങ്ങൾ 2 യൂട്യൂബേഴ്സിന് ഞാൻ തന്നെ കൊടുത്തു എന്ന് പറയുന്നു. മനസ്സിലായോ? താങ്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നല്ലേ അത് ലീക്കായത്. ബാക്കിയുള്ളവർ അതിന് ശേഷമാണ്. ബാക്കിയുള്ള അതിനകത്ത് പേര് ഉൾപ്പെടെ ആരെങ്കിലും ഇട്ടിട്ടുണ്ട് എങ്കിൽ അവരുടെ പേരിലും കേസ് വരും. കാരണം അതിജി അല്ലെങ്കിൽ ഈ പറയുന്ന മൈനറായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ശബ്ദം പുറത്തുവിടാൻ പാടില്ല എന്നൊന്നുമില്ല. പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഒരു ഭീഷണി, എന്നെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി എന്നെ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ പേര് ഉൾപ്പെടെ ഈ പറയുന്ന സജന നൂറ് പുറത്തു വിട്ടു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഉള്ളയിലാവും. ജാമ്യം കൂടി കിട്ടത്തില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്, പോക്സോ ആണ്, അറിയാലോ. പിന്നെ ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയാ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ, പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. അതായത് ആ വോയിസ് ലീക്കാക്കിയത് ദിയാസന എന്നാ പറയുന്നത്. എന്തൊക്കെയാ താങ്കൾ ഈ പറയുന്നത്? താങ്കൾ ഒരാൾ സംസാരിച്ച ഒരു സംഭവം ഇപ്പൊ പറഞ്ഞ ദിയാസനയാണ് പിന്നീട് പുറത്തു വിട്ടെന്ന് പറയും. എത്ര ലോജിക് ഉണ്ട് ഇതിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവർ ആർക്കൊക്കെ ഈ പറയുന്ന വോയിസ് കൊടുത്തിട്ടുണ്ട്, അവരെ വിശ്വസിച്ച് പുറത്ത് വിട്ടിട്ടുണ്ട്. അവരുടെ തലയിൽ വെച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതും ഞാനല്ല പുറത്തു വിട്ടത്, അതും ദിയാസനയാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നാമത്തെ കേസ് ദിയാസനയും ഈ പറയുന്ന ഫിറോസ് ഖാനും തമ്മിൽ നല്ല ടൈമിൽ അവർ ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫിറോസ് ഖാനെതിരായിട്ടുള്ള വോയിസ് ദിയാസന ഒത്തിരി മൂളയുള്ള ചെറിയ വിദ്യാഭ്യാസമുള്ള ചെറിയ ബുദ്ധിയുള്ള ഒരു മന്ദബുദ്ധിയെങ്കിലും വിളിക്കാന്ന് പറയാൻ ആരെങ്കിലും പുറത്തുവിടും. അപ്പൊ താങ്കൾ പറയുന്നത് താങ്കൾ പലപ്പോഴും സെൽഫ് ഗോളുകളാണ് അടിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവരിത് പറയുന്നുണ്ട്. പിന്നെ ആ ടെസ്റ്റ് അത് ദിയാസന ചെയ്തിട്ടുണ്ടോ ഇല്ലത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനിടയിൽ വന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡേറ്റ് ഇപ്പൊ പറഞ്ഞിട്ട് നീ അവിടെ വന്നിട്ടില്ല ശരിയെന്നു. അപ്പൊ അവളവിടെ വന്നില്ലേ? ദിയാസന ഇന്നലെ പോയി എവിടെ പോയിട്ട് ഏതിലൊക്കെ ബുക്കിൽ അവളെ 15-ാം തീയതിയോ എന്തോ പറഞ്ഞിട്ട് അത് കാണുമ്പോഴേ നമുക്ക് ഡൗട്ട് വന്നു. കാരണം എല്ലാം നീലമഷി, അതിന്റെ ഇടയിൽ എങ്ങനെ കറുത്ത മഷി വന്നു, ഇതൊക്കെ ഡൗട്ടുകളാണ്. അത് നിങ്ങൾ തമ്മിൽ അടിച്ചെത്തി നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, നീ ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, രണ്ടും കൂടി ജോയിന്റ് ആയിട്ട് പോയി ടെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അതല്ല ഇവിടുത്തെ വിഷയം ഇതാര് ലീക്കാക്കി എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് പറയട്ടെ, താങ്കളാണ് ലീക്കാക്കി. താങ്കൾ തന്നെ ഇതിനകത്ത് പറയുന്നുമുണ്ട്. കേസ് കൂടുതൽ താങ്കൾ ഉള്ളതിലാണ്. മനസ്സിലായോ? വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പല പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസിൽ നിങ്ങൾക്കുള്ള വരുമാനം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങളത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്ന് എന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ഇപ്പം എത്രയോ വോയിസ് റെക്കോർഡ് ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്തൊരു പൂർത്തിയാവാത്തൊരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പം കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചോണ്ട് എന്തായാലും എന്റെ തലയിൽ വരത്തില്ല. അതായത് വെപ്രാളെ പറ്റി പേടിച്ച് ദൂരിയിരിക്കണം. നമ്മളെല്ലാവരും അത് ഡിലീറ്റ് ആക്കണം. കാരണം ഇവര് പിന്നെ ലീക്കാക്കിയതിനു ശേഷം ഒരുപാട് പേരിട്ടു. മനസ്സിലായി? അപ്പൊ എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ ഒരു വോയിസ് കംപ്ലീറ്റ് പോയി എന്റെ കാര്യം സേഫ് ആയി എന്നുള്ളതാണ്. എനിക്കിതിൽ ഒരു ഉത്തരവാദിത്വം, ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് മുമ്പേ പറഞ്ഞ എന്റെ കയ്യിൽ ഇതൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വം. താങ്കൾക്കാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം താങ്കളാണ്. താങ്കൾ അവരെ വിളിക്കുന്ന ആ വോയിസ് കേട്ട ഏത് മണ്ടനും
അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും താങ്കൾ അവിടെ ഒരു ഭീഷണി മുഴക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിർബന്ധിച്ചു, എത്ര പ്രാവശ്യം ചെയ്തു, എന്തിട്ട് ചെയ്തു, മറ്റത് പറ്റി ഇതിന് മുമ്പേ ഉണ്ടോ, നീ ഫിറോസ് ഖാന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ലീക്കാക്കും, എനിക്ക് ഇത് എല്ലാവരുടെ അടുത്തും പറയേണ്ടതായിട്ട് വരും, നിന്റെ പേര് അനിയൻ, ഇതെല്ലാം പറഞ്ഞ് താങ്കൾ റെക്കോർഡ് ചെയ്ത് താങ്കളുടെ ഫോണിൽ ഉണ്ടായിരുന്ന സാധനം താങ്കൾ തന്നെ പറയുന്നു 2 യൂട്യൂബ്, അത് ഏതെന്ന് എനിക്കറിയത്തില്ല, 2 യൂട്യൂബേഴ്സിന് താങ്കൾ അയച്ചു കൊടുത്തു എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. തന്റെ വിശ്വാസത്തിന് വേണ്ടി താങ്കൾ ഇങ്ങനെ തന്നെയാണ് താങ്കളുടെ എല്ലാ പോസ്റ്റുകളും കാര്യങ്ങളും താങ്കൾ അയച്ചു കൊടുക്കുന്നത്. ആ യൂട്യൂബേഴ്സോ വേറെ ആരും ഇത് പുറത്താക്കി, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞിട്ടോ അല്ലാതെ ഇത് പുറത്താക്കി. ഇപ്പൊ അവരുടെ തലയിൽ കൊണ്ട് വെക്കരുത് എന്നുള്ളതാണ്. അതായത് താങ്കളുടെ കൂടെ നിൽക്കുന്നവരെ അവസാനം താങ്കൾ കാല് മാറി ഈ പറഞ്ഞതുപോലെ അവരെ തലയിൽ കൊണ്ട് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതിപ്പോ അവരുടെ തലയിൽ കൊണ്ട് വെച്ച് ആരെയൊക്കെ തലയിൽ കൊണ്ട് വെച്ച് താങ്കൾ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് ചെക്ക് ചെയ്യും, ആരാണ് റെക്കോർഡ് ചെയ്തത്, ആരാണ് ഇത് ആദ്യം ഷെയർ ചെയ്തത് ചെക്ക് ചെയ്യുമ്പോൾ താങ്കൾ കുടുങ്ങും. താങ്കൾ ഫസ്റ്റ് ഷെയർ താങ്കൾ തന്നെയായിരിക്കും, കാരണം താങ്കളുടെ ഫോണിലല്ലേ ഇരിക്കുന്നത്, താങ്കളല്ലേ റെക്കോർഡ് ചെയ്തത്, താങ്കൾ ഷെയർ ചെയ്ത് പോകുന്നു. ഇപ്പൊ പബ്ലിക്കിൽ വരണമെന്നല്ല, ഒന്ന് ഷെയർ ചെയ്യാനും കൂടി പാടില്ല, അത് ലീക്കാണ്. വൺസ് ഈ പറയുന്ന ഇന്റർനെറ്റിൽ ഒരു സാധനം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അത് പിന്നെ ഡിലീറ്റ് ആവത്തില്ല. അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താങ്കളാണ്. ഇതെന്ന് താങ്കൾക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. ആ പെൺകുട്ടി കേസോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ താങ്കൾ പെടും, ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്, കാരണം പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഇത് എങ്ങനെ പോയത്? അവരും ലീക്കാക്കത്തില്ലെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം, ആൻമേരി പറഞ്ഞ് 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എൻ്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്, 1.5 വർഷം 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിൻ്റെ കഥ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ചൊറിയാൻ നിന്നാൽ ഞാൻ ഇതും കൂടെ കൊണ്ടിടും. പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യൻ്റെ 40,000 50,000 60,000 എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവർക്ക് അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസ് ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ച് കളഞ്ഞിട്ട് അടുത്തവൻ്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകൾ തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിൻ്റെ അവരെല്ലാം നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങൾ ഇത് മോളെ. ഞാൻ പോലെ അല്ല, അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങൾ അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കി, ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. അല്ല, എനിക്ക് അതിനകത്ത് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരികൾ മൊത്തം ഇങ്ങനെ തന്നെ അവിഹിതങ്ങൾ, ഭർത്താക്കന്മാരെ അടിച്ചെടുക്കുക. ഇവിടുത്തെ 5 കഥ പറയുന്നുണ്ട്. അതായത് ആൻമരിയ ആരാണെന്ന് ഞാനൊരു സംഭവം, ഇതാണ് ആൻമരിയ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാ അറ്റ ചങ്കുകളായിരുന്നു. ആനിന് ടാറ്റ കൊടുക്കുന്നില്ല, അതിലെന്തോ ഒരു ദുരുദ്ദേശമില്ലേ ആ ഒരു ചോദ്യത്തിൽ, അതിലെന്തോ എനിക്ക് തോന്നുന്നു. ഇതിരിക്കുന്നതാണ് ആൻമരിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ആൻമരിയ. ഓക്കെ, അപ്പൊ ഇത്രയും അടയും ചക്രയുമായിട്ടിരുന്ന ആൻമറിയെ കുറിച്ചാണ് ഇപ്പോ ഈ പറയുന്ന ഈ സംഭവം പറയുന്നത്. ഇപ്പൊ നമ്മള് കുറെ യൂട്യൂബേഴ്സിന് ആർക്കൊക്കെ വോയിസ് കൊടുത്ത് അവരെടുത്ത് ലീക്കാക്കി ഇപ്പൊ അവരുടെ തലക്കിൽ വെക്കാനുള്ള സംഭവമാണ് നടക്കുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്നത് ആൻമരിയയ്ക്ക് 5 പേരുണ്ട്. ആദ്യം ഏതോ ഒരുത്തനെ പ്രണയിക്കുന്നു, അവനെ കളയുന്നു, ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ സീരിയൽ ഉണ്ടായിരുന്ന ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്നു, അവർക്ക് ഉമ്മ വെക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നു, മറ്റതും മറിച്ചതും കൊണ്ട് പിന്നെ ഇടുന്നു, അവന്റെ പൈസ പൊട്ടിക്കുന്നു, എന്നിട്ട് ഇത് കളഞ്ഞിട്ട് അടുത്തവന്റെ പോകുന്നു, പിന്നെ ഒരു സിനിമ ആക്ട്രസിന്റെ പോകുന്നു, ആക്ടറിന്റെ അടുത്ത് പോകുന്നു, അവനെ പറ്റിക്കുന്നു, അവന്റെ കുടുംബം തകർക്കുന്നു. ഇതെല്ലാം താങ്കളും ചെയ്തു എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. റസൂൽ ബുക്കൂരിയുടെ കുടുംബം താങ്കളായിട്ട് തുലച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, താങ്കളുടെ കൂട്ടുകാരെല്ലാം നിങ്ങൾക്ക് ഇതായിരുന്നു ജോലി, അജണ്ട ഇതായിരുന്നോ? ഡെയിലി ആരെ വളയ്ക്കാം, അവന്റെ പൈസ പിണുങ്ങാം, അടുത്ത അവനെ കളഞ്ഞിട്ട് അടുത്ത പൈസ ഉള്ളവനെ വരിക, അവനെ പിന്നെ പിണുങ്ങുക, ഹണി ട്രാപ്പ് കൊടുത്തും. ഇല്ല, ഇത് തന്നെ ആയിരുന്നു നിങ്ങളുടെയൊക്കെ പണി. ഇങ്ങനെയാണ് നിങ്ങൾ അപ്പുറത്തെ കൂട്ടുകാർ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെയാണ്, ഇവർ പറയുന്നത് നിങ്ങൾ അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ മാത്രമേ തെളിവുള്ളൂ. അവരൊക്കെ നിങ്ങൾ ഈ പറയുന്ന വാഴ്ത്താളം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. തെളിവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ഒരു ആരോപണം മാത്രമാണ്. മനസ്സിലായി? എന്തോ ഫോട്ടോ ആയിട്ടെന്നാ, കിസ് ചെയ്തെന്ന ഉമ്മ വെച്ചെന്നാ, എന്തേടേ ഇതാണോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസ്, സോ കോൾഡ് സെലിബ്രിറ്റീസ് എന്ന നിങ്ങൾക്ക് ഇതാണോ പരിപാടി? കുടുംബത്തിലുള്ള നാഥന്മാരെ വശീകരിച്ചെടുത്ത് അവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ട് അതിനുശേഷം അവരെ പിന്നെ ഹണി ട്രാപ്പിൽ കുടുക്കി പൈസ പിണുങ്ങൊക്കെ ആണോ നിങ്ങളുടെ പണി? എനിക്കിതാ അറിയാനുള്ളത്.
അപ്പൊ കേട്ടതല്ലോ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് അപരാധമല്ലാതെ അവിഹിതമില്ലാതെ മറ്റെന്ത് കഥ നിങ്ങൾക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. ഒരു സമയത്ത് നിങ്ങൾ രമ്യതയിലിരിക്കും, അതിനുശേഷം സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇപ്പം അമ്മയിൽ കിടന്ന് അടികൂടും പോലെ അങ്ങോട്ട് വിഴുപ്പലക്കുകയാണ് നിങ്ങൾ ഇരുന്നുണ്ട്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് ഞാൻ ചെയ്യാനുള്ള മെയിനായിട്ട് കാരണം ആ ഒരു വോയിസ് ആ പെൺകുട്ടിയായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അമ്മയാണോ ഉറപ്പായിട്ടും 100% സജിന നൂറ് കുടുംബം. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഉറവിടം എവിടെയാണ്, ആരാണ് ഇത് റെക്കോർഡ് ചെയ്തതിന്റെ തെറ്റാണ്. മനസ്സിലായോ? റെക്കോർഡ് ചെയ്തതിന് പിന്നെ ആരാണ് ഫസ്റ്റ് ഷെയർ, ആരാണ് ഇന്റർനെറ്റിലേക്ക് ഇത് ഷെയർ ചെയ്തത്, ആര്? അത് താങ്കളാണ്. അപ്പൊ താങ്കൾക്കാണ് അതിന്റെ മെയിൻ ഉത്തരവാദിത്തം. പിന്നെ ബാക്കിയുള്ളവർ പ്ലേ ചെയ്തത് പേരുൾപ്പെടെ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പേരിൽ കേസ് വരും. ഞാനത് പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ പേരോ കാരോ നാടോ വീടോ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. അതൊക്കെ മാറ്റിയിട്ടാണ് വെച്ചത്. താങ്കളുടെ ടോൺ, താങ്കൾ ആ കുട്ടിയുടെ സംസാരിച്ച രീതി ഇതെല്ലാം പെട്ടിരിക്കുകയാണ്. ഇനി ആരെയൊക്കെ തലയെ കൊണ്ട് വെച്ചാലും എന്തൊക്കെ മാനിപ്പുലേഷൻ നടത്താലും ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം താങ്കൾക്ക് തന്നെയാണ്. താങ്കൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ജയിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ കാണിച്ചു. ഇനിയെങ്കിലും സ്വയമേ നിന്ന് ചിന്തിക്കുക. സ്വന്തം കാര്യം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വൃത്തികെട്ട രീതികളിലേക്കാണ് ഞാൻ പോകുന്നത്, എന്തൊക്കെ ആരോപണങ്ങളാണ് മുടക്കുന്നത്. മറുസൈഡിൽ മറ്റൊരു കുടുംബമുണ്ട്, മറുസൈഡിൽ മറ്റൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഇത് പുറത്തു വരുമ്പോൾ, അവരുടെ പേര് പുറത്തു വരുമ്പോൾ, അവരുടെ ഡീറ്റെയിൽ പുറത്തു വരുമ്പോൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കണമായിരുന്നു. താങ്കളുടെ അറിവോടെ അല്ലാതെ താങ്കളുടെ ഫോണിൽ നിന്ന് ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല നമ്മളും കാണുന്ന ജനങ്ങളും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വിടുങ്ങണം. ജയ് ഹിന്ദ്.